വെൽക്കം ബാക്ക്. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്യൂച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഡെറിവേറ്റീവ്സിലെ ഫ്യൂച്ചേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയ അല്ലെങ്കിൽ നമ്മൾ കേട്ടത് എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ സ്പോട്ട് പ്രൈസ് എന്താണെന്ന് നോക്കി അല്ലേ. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് സ്പോട്ട് പ്രൈസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ്. ഇറ്റ്സ് കോൾഡ് AFP. AFP എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ സ്റ്റുഡൻസും തെറ്റിക്കുന്ന ഒരു സാധനമാണ്. ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രൈസ് അല്ല, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ എഗ്രിമെന്റ് ഡേറ്റിനകത്ത് മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രൈസിനെ അല്ല നമ്മൾ AFP എന്ന് പറയണേ. ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് ആ ഫ്യൂച്ചറിലെ എഗ്രിമെന്റിനകത്തുള്ള പ്രൈസിനെയാണ് നമ്മൾ AFP എന്ന് പറയണേ. മനസ്സിലായോ? പല ആൾക്കാരും പ്രോബ്ലം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് ഈ പറയുന്ന ആർബിട്രേജും കുറേ ഹെഡ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ആ ടൈമിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. സോ അത് നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. AFP ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് ആ എഗ്രിമെന്റിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ്. ഇറ്റ്സ് കോൾഡ് AFP. മനസ്സിലായോ? ആൻഡ് ദ തേർഡ് വൺ ഈസ് കോൾഡ് TFP, തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ഓർ ഫെയർ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയും. FFP എന്ന് പറയും. മനസ്സിലായോ? തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ഓർ FFP. ഇത് നമ്മൾ കണ്ടുപിടിക്കണേ ആണല്ലോ. അതായത് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നോക്കി, 1 ജാനുവരി 2020 ആ ഫ്യൂച്ചറിൻ്റെ എഗ്രിമെൻറ്റ് നമ്മൾ എഴുതണേ. ഒരു 3 മാസത്തെ എഗ്രിമെൻ്റ് ആണെന്ന് വിചാരിക്കുക. സോ ഇന്ന് ഒരു പ്രൈസ് അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ 13 രൂപയാണ്. എഗ്രിമെൻറ്റിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ 15 രൂപയാണ് അല്ലേ. സോ ഇത് രണ്ടും അവൈലബിൾ ആണ്. എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന നേരത്തെ മാർക്കറ്റിലുണ്ടാകുന്ന പ്രൈസിനെയാണ് നമ്മൾ സ്പോട്ട് പ്രൈസ് എന്ന് പറയണേ. ആൻഡ് ദ സെക്കൻഡ് വൺ, ആ എഗ്രിമെൻറ്റിനകത്ത് എഴുതിയിരിക്കുന്ന പ്രൈസ് ഭാവിയിൽ വിൽക്കാനോ വാങ്ങിക്കാനോ പറ്റുമെന്ന് ഉറപ്പുള്ള പ്രൈസിനെയാണ് നമുക്ക് 15 എന്ന് പറയുന്നതിനാണ് നമ്മൾ ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് TFP, തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ ഈ ഫെയർ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്ന സാധനം എന്താണ്? അത് ഇൻഡിവിജ്വൽ കൺസേൺ ആണ് അല്ലേ, അല്ലെങ്കിൽ അത് ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ്. ദാറ്റ് മീൻസ് ഓരോരുത്തരും ചിന്തിക്കുന്നത് ഓരോ രീതിയിലാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കാൽക്കുലേഷൻ ഡിഫറൻ്റ് ആണ്. ആണോ? കാരണം എന്താ, ഈ TFP കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് പൊസിഷൻ എടുക്കണോ ഷോർട്ട് പൊസിഷൻ എടുക്കണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതിനകത്തുള്ള ഒരു ബേസിക് റൂളും കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ, നമ്മൾ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും AFPനെയും TFPനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യണേ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആട്ടോ വരയ്ക്കണേ, ശ്രദ്ധിക്കണേ. AFPനെയും TFPനെയും കമ്പയർ ചെയ്യണം നമ്മൾ. ഹിയർ AFP മീൻസ്, AFP എന്ന് വെച്ചാൽ എന്താ, ആ എഗ്രിമെൻറ്റിനകത്ത് എഴുതിയിരിക്കുന്ന ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ്. TFP എന്ന് പറഞ്ഞാലോ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ആണോ. ദാറ്റ് മീൻസ് ഇവിടെ നോക്കി, ഫസ്റ്റ് സിറ്റുവേഷൻ AFP എന്ന് പറയുന്നത് TFPനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ഈ പറയുന്ന പോലെ ഡിസംബർ 31 അല്ലെങ്കിൽ എന്നാണ് എഗ്രിമെൻറ്റ് നടക്കുന്നത് എഴുതുന്നതല്ല, എഗ്രിമെൻറ്റ് എന്നാണ് എക്സസൈസ് ചെയ്യുന്ന ഡേറ്റ്, ആ ഡേറ്റിനകത്ത് ഇപ്പോൾ സപ്പോസ് TFP എന്ന് പറയുന്ന സാധനം ഒരു 10 രൂപയാണെന്ന് വിചാരിക്കുക. തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചത് അന്നേ ദിവസം 10 രൂപ ആയേക്കാം. മനസ്സിലായോ? അന്നേ ദിവസം 10 രൂപ ആയേക്കാം. എപ്പോഴാ ഫോർവേഡിലാട്ടോ, ഫ്യൂച്ചറിനകത്തുള്ള കാര്യം പറയണേ, ഭാവിയിലുള്ള കാര്യത്തെക്കുറിച്ച് പറയണേ. പക്ഷേ എഗ്രിമെൻറ്റിനകത്ത് എഴുതിയിരിക്കുന്നത് 12 രൂപയാണ് ആണോ. എഗ്രിമെൻറ്റിനകത്ത് എഴുതിയിരിക്കുന്നത് 12 രൂപയാണ്. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഇതിനെ നമുക്ക് അണ്ടർ പ്രൈസ്ഡ് എന്ന് പറയാം. അണ്ടർ പ്രൈസ്ഡാണ്. കാരണം എന്താ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് പ്രകാരം, നമ്മൾ കണ്ടുപിടിച്ചത് പ്രകാരവും അത് എത്ര രൂപയായേക്കാം. സോറി, ഇറ്റ്സ് കോൾഡ് ഓവർ പ്രൈസ്ഡ്. ഇറ്റ്സ് കോൾഡ് ഓവർ പ്രൈസ്. ദാറ്റ് മീൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രകാരം 10 രൂപയാണ് TFP അല്ലേ. അതായത് നമ്മുടെ കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ദിവസം മാർക്കറ്റിൽ എത്ര രൂപയായേക്കാം, 10 രൂപയായേക്കാം ആണോ. പക്ഷേ ഇവിടെ നോക്കി, ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് എഗ്രിമെന്റ് പ്രകാരം അത് എത്രയാ 12 രൂപയാണ് ആണോ. സോ ഇറ്റ്സ് കോൾഡ് ഓവർ പ്രൈസ്ഡ്. ഇങ്ങനെ ഓവർ പ്രൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യണേ? ഫ്യൂച്ചറിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോണേ? ആലോചിച്ച് നോക്കി. ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അല്ലേ, മാർക്കറ്റിൽ നിന്ന് ആ പ്രൊഡക്റ്റ് 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഈ പറയുന്ന നമ്മുടെ ക്ലിയറിംഗ് ഹൗസിന് 12 രൂപയ്ക്ക് സെയിൽ ചെയ്യും.
ദാറ്റ് മീൻസ് ഇവിടെ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? സെല് ചെയ്യണം. ഫ്യൂച്ചറിൽ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയറിനെ നമ്മളങ്ങ് സെല് ചെയ്യണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുണ്ടല്ലോ, ഒരു ക്ലാരിറ്റി മനസ്സിലാവുന്നുണ്ടല്ലോ. സോ AFP യും TFP യും കൂടെ, അതിനു മുമ്പ് സ്പോട്ട് പ്രൈസ് എന്താണ്, AFP എന്താണ്, TFP എന്താണ്, അല്ലെങ്കിൽ FFP എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി AFP TFP-നേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് നമ്മൾ വിചാരിച്ചത് 10 രൂപയാവുള്ളൂ എന്നാ അല്ലേ, നമ്മുടെ ഒരു അനുമാനം പ്രകാരം അന്നത്തെ ദിവസം 10 രൂപയേ ഉണ്ടാവുള്ളൂ മാർക്കറ്റ് പ്രൈസ്. പക്ഷേ ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് നമ്മുടെ എഗ്രിമെന്റിന് പ്രകാരം അതിന് എത്ര രൂപയുണ്ട്? 12 രൂപയുണ്ട്. സോ എഗ്രിമെന്റ് ഓവർ പ്രൈസ്ഡ് ആണ്. എഗ്രിമെന്റ് ഓവർ പ്രൈസ്ഡ് ആവുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ക്ലിയറിംഗ് ഹൗസിലോട്ട് ഇത് സെയിൽ ചെയ്യാം. ദാറ്റ് മീൻസ് ഇവിടെ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സെല് ചെയ്യാൻ പോവുക. മനസ്സിലായി? ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യണമെങ്കിൽ ഇനിയാണ് പറയുന്ന കാര്യം. നമ്മൾ ആ ഡിസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണേ. ഈ സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക. ബാക്കി നമുക്ക് ആർബിട്രേജ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഞാനിപ്പോൾ അതിന് കൂടത്തെ ഞങ്ങൾ പറയുന്നു എന്ന് മാത്രം. ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യുന്ന ഒരു സാധനം നമ്മൾ ഇപ്പം എന്ത് ചെയ്യാൻ പോകാമെന്നറിയാമോ? സ്പോട്ടിൽ ബൈ ചെയ്യാൻ പോവാം. ഓക്കെ, സ്പോട്ടിൽ ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? നമുക്ക് ക്യാഷ് വേണം. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് പഠിക്കണേ. FM പഠിക്കുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ല. നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും അത് എന്ത് ചെയ്തിട്ട് തന്നെയായിരിക്കും? ബോറോ ചെയ്തിട്ട് തന്നെയായിരിക്കും. സോ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? AFP യും TFP യും കൂടെ നമ്മൾ കമ്പയർ ചെയ്യണം, എന്നിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാൻ അല്ലേ. AFP യും TFP യും കൂടെ കമ്പയർ ചെയ്തപ്പം അന്നത്തെ ദിവസം മാർക്കറ്റിൽ 10 രൂപയുള്ള സാധനം അവർ 12 രൂപയ്ക്ക് വാങ്ങിക്കാനോ വിൽക്കാനോ റെഡിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് 12 രൂപയ്ക്ക് സെയിൽ ചെയ്യും. സോ ഇറ്റ്സ് കോൾഡ് ഓവർ പ്രൈസ്ഡ്. നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യാം. ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യണമെങ്കിൽ സ്പോട്ടിൽ ഈ സാധനം ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? ബോറോ ചെയ്തേ പറ്റൂ. In the second situation, AFP is less than TFP. അതായത് എഗ്രിമെന്റ് പ്രകാരം 15 രൂപയേ ഉള്ളൂ, പക്ഷെ നമ്മൾ അന്ന് മാർക്കറ്റിൽ 17 രൂപയാവും എന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലായോ? അതായത് മാർക്കറ്റിൽ 17 രൂപയാവും എന്നാണ് നമ്മൾ വിചാരിക്കണേ, പക്ഷെ എഗ്രിമെന്റിനകത്ത് വില കുറവാണ്. ഇറ്റ്സ് കോൾഡ് അണ്ടർ പ്രൈസ്ഡ്. അങ്ങനെ അണ്ടർ പ്രൈസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഭാവിയിൽ എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കി. മാർക്കറ്റിൽ 17 രൂപയാണ്, പക്ഷേ എഗ്രിമെന്റ് പ്രകാരം 15 രൂപയ്ക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇത് ബൈ ചെയ്യും. ആണോ? ഫ്യൂച്ചറിൽ ഇത് ബൈ ചെയ്യും. ആരുടെ നിന്ന് ബൈ ചെയ്യും? ക്ലിയറിംഗ് ഹൗസിൽ നിന്ന് ബൈ ചെയ്യും. ബൈ ചെയ്യണമെങ്കിൽ ക്യാഷ് വേണ്ടേ? അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് അറിയാമോ? ഫ്യൂച്ചറിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോട്ടിൽ നമ്മളത് സെല് ചെയ്യും, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്ത സിറ്റുവേഷൻ മനസ്സിലായോ? സോ നോക്കേ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. സ്പോട്ട് പ്രൈസ് അറിയണം. സ്പോട്ട് പ്രൈസ് അറിഞ്ഞാൽ എന്താണ് AFP എന്ന് മനസ്സിലാക്കണം. ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് ആ എഗ്രിമെന്റിനകത്ത് മെൻഷൻ ചെയ്ത പ്രൈസ് ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് TFP അല്ലെങ്കിൽ FFP എന്ന് പറയണേ. ഇനി എന്ത് ചെയ്യാൻ പോവാ? ഈ പറയുന്ന TFPയും FFPയും കൂടെ കമ്പയർ ചെയ്യാൻ പോവാണ്. AFP ആണ് കൂടുതലെങ്കിൽ, ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് ആണ് കൂടുതലെങ്കിൽ, ഓക്കെ, ഇറ്റ്സ് കോൾഡ് ഓവർ പ്രൈസ്ഡ്. എഗ്രിമെന്റ് പ്രകാരമുള്ള പ്രൈസ് ആണ് കൂടുതലെങ്കിൽ ഇറ്റ്സ് കോൾഡ് ഓവർ പ്രൈസ്ഡ്. ആണോ? ആ ഓവർ പ്രൈസ്ഡ് വരുന്ന സാഹചര്യങ്ങളിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സെയിൽ ചെയ്യാം. ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യണമെങ്കിൽ സ്പോട്ടിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബോറോ ചെയ്യണം. ആൻഡ് ദ സെക്കൻഡ് വൺ നോക്കേ, AFP അണ്ടർ പ്രൈസ്ഡ് ആണ്, ഫ്യൂച്ചറിൽ ബൈ ചെയ്യണം, സ്പോട്ടിൽ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് നല്ലപോലെ കേട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഇത്രയും മനസ്സിലായാൽ ഇതിനകത്ത് നോക്കി AFP എന്താണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസ് എത്രയാണെന്ന് അറിയാം, എഗ്രിമെന്റ് പ്രകാരമുള്ള ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് എത്രയാണെന്ന് അറിയാം. ഇവിടെ ഇത് കണ്ടുപിടിക്കണം വേണ്ടേ? ഏതാ? TFP ഓർ FFP എന്ന് പറയുന്ന സാധനം, തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ഓർ ഫെയർ ഫ്യൂച്ചർ പ്രൈസ്. ദാറ്റ് മീൻസ് അന്നത്തെ ദിവസം മാർക്കറ്റിൽ എത്ര ആയേക്കാം എന്ന് നമ്മൾ ഇപ്പോൾ അസ്യൂം ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ? അതായത് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് ദാറ്റ് മീൻസ് 1 ജാനുവരി 2020 നമ്മൾ എഗ്രിമെന്റ് എഴുതണേ. നമ്മൾ എപ്പോഴത്തെ വിലയാണ് പറയണേ? 31/12/2020 വിലയാണ് പറയണേ. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വിലയാണ് ആലോചിക്കണേ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, അന്നത്തെ സ്പോട്ട് പ്രൈസ് 13 രൂപയായിരുന്നു. എഗ്രിമെന്റ് എഴുതിയത് 15 രൂപയ്ക്ക് ഭാവിയിൽ വിറ്റോളാം വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് എഴുതിയത് എല്ലാം 1-ാം തീയതിയാണ്.
എല്ലാം 1-ാം തീയതിയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, നമ്മളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ 31/12 ഇത് 15-നേക്കാൾ മുകളിലാണോ താഴെയാണോ എന്നറിയണം. വേണ്ടേ? അല്ലേ? അല്ലെങ്കിൽ TFP കാൽക്കുലേറ്റ് ചെയ്യണം. TFP കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്കൊരു ഡിസിഷനിലോട്ട് എത്താൻ പറ്റില്ല. ലോങ് പൊസിഷൻ എടുക്കണോ ഷോർട്ട് പൊസിഷൻ എടുക്കണോ എന്നെല്ലാം അറിയണമെങ്കിൽ TFP കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു കാൽക്കുലേറ്റ് TFP എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് ആണ്, ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിലയെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കണേ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇറ്റ്സ് കോൾഡ് പ്രൈസിംഗ് ഓഫ് ഫ്യൂച്ചർ. ഇറ്റ്സ് കോൾഡ് പ്രൈസിംഗ് ഓഫ് ഫ്യൂച്ചർ. മനസ്സിലായോ? ഫസ്റ്റ് സിറ്റുവേഷൻ, നമുക്കൊരു 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കിതിനെക്കുറിച്ച് പഠിക്കാനുള്ളത്. അതായത് സാധാരണ രീതിയിൽ ഫ്യൂച്ചറിൻ്റെ പ്രൈസിങ്ങിനകത്ത് നമ്മളോട് പറയുന്ന ഒരു സാധനം എന്നാണെന്നറിയാമോ? ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രൊഡക്റ്റിന് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കണേ. മേ ബി ആ കൺട്രിയിലെ ആവാം. ദാറ്റ് മീൻസ് ഒരു കൺട്രിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണോ ആ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യണേ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻഫ്ലേഷനോ ഡിഫ്ലേഷൻസോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറയുന്ന ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ നോർമലി ഫസ്റ്റ് സിറ്റുവേഷനകത്ത് തിയററ്റിക്കൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഒരു ഇക്വേഷൻ അനുസരിച്ചാണ്. S0 into e raised to S0 into e raised to RT. S0 into e raised to RT. Here R means rate of interest, T means term. സാധാരണ രീതിയിൽ T തരുന്നത് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരുന്നത് എപ്പോഴും ആനുവലി ആയിരിക്കും, അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരുന്നത് എപ്പോഴും ആനുവലി ആയിരിക്കും. അപ്പോൾ ഒരു 3 monthsൻ്റെ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്, അപ്പോൾ മനസ്സിലാവും. സോ സാധാരണ രീതിയിൽ TFP കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? S0, ഹിയർ S0 മീൻസ് സ്പോട്ട് പ്രൈസാണ്. മനസ്സിലായോ? അതായത് ഇന്നത്തെ വില 10 രൂപയായിരുന്നു. ഇന്നത്തെ വില 10 രൂപയാണ്. 10 വേണ്ട, ഇന്നത്തെ വില 15 രൂപയാണ്. സോ 15 ഇൻറ്റു E, ഹിയർ E മീൻസ് എക്സ്പോണൻഷ്യൽ വാല്യൂ, E ഇൻറ്റു R. അതായത് ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണെന്ന് വിചാരിക്കുക. സോ 0.10 ഇൻറ്റു 3 മാസത്തേക്കുള്ളതാണെങ്കിൽ 3/12. ചെയ്താൽ മനസ്സിലായോ? ഓക്കെ, ദാറ്റ് മീൻസ് 15 ഇൻറ്റു e raised to സോ എത്ര വരും നോക്കി? 0.10 ഇൻറ്റു 3 divided by 12. ദാറ്റ് മീൻസ് e raised to 0.025. മനസ്സിലായോ? ദാറ്റ് മീൻസ് ഹിയർ TFP, തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ്, ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു e raised to 0.025. ഇതിൻ്റെ വാല്യൂ ആലോചിച്ച് പേടിക്കേണ്ട. എക്സ്പോണൻഷ്യൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സ്പോണൻഷ്യൽ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഏത് മെറ്റീരിയൽ ആണോ ആ മെറ്റീരിയലിനകത്ത് അവൈലബിൾ ആയിരിക്കും. എക്സ്പോണൻഷ്യൽ വാല്യൂ അവൈലബിൾ ആയിരിക്കും, അത് വെച്ച് അങ്ങ് ചെയ്താൽ മാത്രം മതി. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് TFP അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. TFP അറിയാതെ നമുക്ക് യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഇവിടെ എങ്ങനെയാണ് TFP കാൽക്കുലേറ്റ് ചെയ്യണേ? TFP കാൽക്കുലേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സ്പോട്ട് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സോ സ്പോട്ട് പ്രൈസ് എത്രയാണെന്ന് നോക്കി, ഇൻറ്റു e raised to RT. ഹിയർ R മീൻസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T മീൻസ് ടേം. ദാറ്റ് മീൻസ് സാധാരണ രീതിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് 12 മാസത്തേക്ക്, ഒരു വർഷത്തേക്കാണ് തരണേ. അതുകൊണ്ടാണ് ഇവിടെ 3 മാസം തന്നപ്പോൾ നമ്മൾ എത്ര എടുത്തേ? 3/12 എടുത്തേ. സോ ഇക്വേഷൻ നമ്പർ 1 എഴുതിയെടുത്തോ. ഇക്വേഷൻ നമ്പർ 1, ദാറ്റ് മീൻസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റി നമുക്ക് യാതൊരു തരത്തിലുള്ള ഇൻകവും തരുന്നില്ല. ഡിവിഡൻഡോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഇൻകവും കാര്യങ്ങളോ ഒന്നും നമുക്ക് തരുന്നില്ല. ദാറ്റ് മീൻസ് സെക്യൂരിറ്റീസ് പ്രൊവൈഡിങ് നോൺ ക്യാഷ് ഇൻകം, അല്ലെങ്കിൽ നോ ക്യാഷ് ഇൻകം ഓർ നോ ഇൻകംസ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാക്കാം? S0 ഇൻറ്റു e raised to RT ആക്കാം. മനസ്സിലായോ? S0 മീൻസ് സ്പോട്ട് റേറ്റ് ആണ്, E എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ വാല്യൂ ആണ്, R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T എന്ന് പറയുന്ന ടേം. സിറ്റുവേഷൻ നമ്പർ 2, സെക്യൂരിറ്റീസ് പ്രൊവൈഡിങ് ഇൻകം. അതായത് നമ്മളൊരു സെക്യൂരിറ്റി വാങ്ങിച്ചു, ആ സെക്യൂരിറ്റി നമുക്ക് എന്ത് തരുന്നുണ്ട്? ഈ പറയുന്ന ആ കാലയളവിൽ
ആ കാലയളവിൽ നമുക്ക് എന്ത് തരുന്നുണ്ട്? ഒരു 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 ഇൻകം തരുന്നുണ്ട്. സപ്പോസ് ഡിവിഡൻഡ് തരുന്നുണ്ടെന്ന് വിചാരിക്കുക, ക്യാഷ് ഇൻകം ആണ്, ഡിവിഡൻഡ് തരുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയാം. 1 ജാനുവരി 2020 സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 15 രൂപയാണ്. ഓക്കെ, സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 15 രൂപയാണ്. റൈറ്റ് എന്ന് പറയുന്നത് 10% ആൻഡ് ടേം എന്ന് പറയുന്നത് 3/2 അല്ല, 3 മാസത്തേക്കാണ്. 3 മാസത്തേക്ക്. ഒരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്നറിയാമോ? 2 മാസം കഴിയുമ്പോൾ, ദാറ്റ് മീൻസ് 1/3/2020 നമുക്ക് ഒരു 3 രൂപ ഡിവിഡൻഡ് കിട്ടും. അതായത് 15 രൂപ മുടക്കി നിങ്ങളിപ്പോൾ ഇത് വാങ്ങിച്ചാൽ 2 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? 3 രൂപ ഡിവിഡൻഡ് കിട്ടും. മനസ്സിലായോ? സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ഫ്യൂച്ചർ പ്രൈസ് കണ്ടുപിടിക്കാം? ഹിയർ ഫ്യൂച്ചർ പ്രൈസ് TFP equal to S0 minus I into e raised to RT. S0 minus I into e raised to RT. സിറ്റുവേഷൻ മനസ്സിലായോ? ഇവിടെ S0 എന്ന് വെച്ചാൽ എത്രയാ? 15 രൂപയാണ്. I എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം എത്രയായിരുന്നു? 3 രൂപയാണ് നമുക്ക് ഇൻകം കിട്ടണേ. ഇത് എഴുതിയെടുക്കല്ലേ, ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു തിരുത്തുണ്ട്, അത് കഴിഞ്ഞിട്ട് എഴുതിയെടുത്താൽ മതി. ദാറ്റ് മീൻസ് 15 ആണ് നമ്മൾ കൊടുക്കുന്ന, അല്ലേ? ഇപ്പം നമ്മൾ ക്യാഷ് മുടക്കുന്നത് 15 രൂപയാണ്. പക്ഷേ അതിൽ നിന്ന് നമുക്കൊരു 3 രൂപ ഇൻകം കിട്ടും. ആ 3 മൈനസ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മുടെ ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 3 മാസത്തിനുള്ളിൽ എത്ര മാത്രമേ ആവുള്ളൂ? 12 രൂപ മാത്രമേ ആവുള്ളൂ. ഇൻറ്റു e raised to R എന്ന് പറയുമ്പോൾ 0.10, T എന്ന് പറയുമ്പോൾ 3/2. ചെയ്താൽ മനസ്സിലായോ? പ്രത്യേകിച്ച് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാക്കി, ചെറിയൊരു പ്രശ്നം ഇതിനകത്തില്ലേ? കാരണം എന്താ? ഇവിടെ 15 രൂപ മുടക്കുന്നത് ഡിസംബർ 1-ാം തീയതിയാണ്, അല്ലേ? 15 രൂപ മുടക്കുന്നത് ഡിസംബർ 1-ാം തീയതിയാണ്. പക്ഷെ 3 രൂപ കിട്ടുന്നതോ 2 മാസം കഴിഞ്ഞിട്ടാണ്. ദാറ്റ് മീൻസ് രണ്ടും 2 ഡേറ്റിനകത്താണ് കിട്ടണേ. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന 3 രൂപേനെ ഏതിലോട്ട് കൊണ്ടുവരേണ്ടി വരും? പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരേണ്ടി വരും, അല്ലേ? 15 രൂപ മുടക്കുന്നത് ഡിസംബർ 1-ാം തീയതി അല്ല, 15 രൂപ മുടക്കുന്നത് ജനുവരി 1-ാം തീയതിയാണ്. പക്ഷേ 2 മാസം കഴിഞ്ഞ് മാർച്ച് 1-ാം തീയതിയാണ് നമുക്ക് എത്ര രൂപ തിരിച്ച് കിട്ടണേ? 3 രൂപ തിരിച്ച് കിട്ടണേ. ഇത് രണ്ടും 2 ഡേറ്റിലുള്ള വാല്യൂസ് അല്ലേ? സോ ഈ കിട്ടുന്ന 3 രൂപേനെ നമുക്ക് ഏതിലോട്ട് കൊണ്ടുവരേണ്ടി വരും? നമ്മുടെ പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരേണ്ടി വരും. ദാറ്റ് മീൻസ് ചെറിയൊരു തിരുത്തും കൂടെ ഇവിടെ വരും. അതായത് ഹിയർ I equal to y into e raised to minus R. മനസ്സിലായോ? ദാറ്റ് മീൻസ് I equal to I എന്ന് പറയുന്നതിനെ നമുക്ക് ഏതിലോട്ട് കൊണ്ടുവരേണ്ടി വരും? I എന്ന് പറയുന്നത് എന്താ? നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റിൻ്റെ പ്രസന്റ് വാല്യൂ ആണ്. മനസ്സിലായോ? ഡിവിഡൻറ്റ് ഇപ്പോൾ എത്രയാ? 3 രൂപയാണ് ഡിവിഡൻറ്റ് കിട്ടണേ. സോ 3 into e raised to minus RT. അതായത് മൈനസ് RT ചെയ്യുന്ന നേരത്ത് ശ്രദ്ധിക്കണം, മൈനസ് RT ചെയ്യുന്ന നേരത്ത് ഓട്ടോമാറ്റിക്കലി അത് ഏതിലോട്ട് കൺവേർട്ടായി? ഈ പറയുന്ന 3 രൂപയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള പ്രസന്റ് വാല്യൂയിലോട്ടായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഫോമുല അങ്ങ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഫോമുല അങ്ങ് യൂസ് ചെയ്യാം. ഏതാ? S0 minus I into e raised to RT. ഹിയർ I means y into y എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം, അല്ലേ? y into e raised to minus RT. ചില മെറ്റീരിയലിനകത്ത് ഐയും വൈയും അങ്ങോട്ടും മാറിപ്പോട്ടോ. നിങ്ങളത് നോക്കേണ്ട കാര്യമില്ല, ആ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇക്വേഷൻ പ്രത്യേകിച്ച് യാതൊരുവിധ ഇൻകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ S0 into e raised to RT. ദ സെക്കൻഡ് വൺ ക്യാഷ് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ക്യാഷ് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഇക്വേഷൻ എന്ത് വരും? S0 minus I into e raised to RT. അവിടെ I എന്ന് പറയുന്നത് 2 മാസം കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ടാണ്. അതുകൊണ്ട് അതിനെ ഏതിലോട്ട് കൊണ്ടുവരണം? നമ്മുടെ പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരണം. ദാറ്റ് മീൻസ് ഹിയർ I equal to y into e raised to minus RT. മനസ്സിലായോ? I equal to y into e raised to minus RT. അവിടെ മൈനസ് RT ചെയ്യുന്നത് എന്തിനാ? ഈ പറയുന്ന 3 രൂപേനെ നിലവിലുള്ള പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരാൻ. മനസ്സിലായോ? ആൻഡ് മോഡൽ നമ്പർ 3 ഇവിടെ നോക്കി. സെക്കൻഡ് ക്വസ്റ്റിനകത്ത് നമ്മളോട് കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത്ര രൂപയാണ് ഡിവിഡൻഡ് കിട്ടിയെന്ന്, അല്ലേ? നീ നോക്കി, ചില സാഹചര്യത്തിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നത് രൂപയുടെ കണക്കിനകത്തല്ല, പേഴ്സൻറ്റേജിൻ്റെ തന്നെ കണക്കത്തില്ല. ഇത്ര പേഴ്സൻറ്റേജ്, ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് കിട്ടി, അല്ലെ ഇത്ര പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടി, അല്ലെങ്കിൽ ഇത്രയും പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടി.
അതായത് സെക്കൻഡിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കിട്ടുന്നത് ക്യാഷ് ഇൻകം ആണ്, 3 രൂപ നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടി. പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, 3 രൂപയല്ല നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്, നിങ്ങൾക്ക് പകരം ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നത് എത്രയാണെന്നറിയാവോ? 5%. സിറ്റുവേഷൻ മനസ്സിലായോ? സെക്കൻഡ് വൺ, രണ്ടാമത്തേതിനകത്ത് 15 രൂപ നിങ്ങൾ മുടക്കി, 3 രൂപ നിങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടി. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, 15 രൂപ നിങ്ങൾ മുടക്കി, പക്ഷേ അതിൻ്റെ 5% ഡിവിഡൻഡ് ആയിട്ട് കിട്ടിയത്. ദാറ്റ് മീൻസ് ഇവിടെ റിട്ടേൺ തരുന്നത് ഈൽഡ് ആയിട്ടാണ്. മനസ്സിലായോ? റിട്ടേൺ തരുന്നത് എങ്ങനെയാ? ഈൽഡ് ആയിട്ടാണ്, ഇത്ര ശതമാനം. ദാറ്റ് മീൻസ് ആ ഈൽഡ് ആയിട്ടാണ് നമുക്ക് തരണേ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ TFP = S0 × e⁻r−y × t. മനസ്സിലായോ? അതായത് 15 രൂപയാ, e⁻r എന്ന് പറയുന്നത് 0.10യാ, ഈൽഡ് പറഞ്ഞിരിക്കുന്നത് 5%. ദാറ്റ് മീൻസ് 0.05 × 3/12. ചെയ്ത് മനസ്സിലായല്ലോ? ഏതാണെങ്കിൽ ക്യാഷ് ഇൻകം ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ 15ൽ നിന്ന് കുറയ്ക്കാം. ഇവിടെ ക്യാഷ് ഇൻകം അല്ല തന്നിരിക്കണേ, നമുക്ക് എന്താ തന്നിരിക്കണേ? ഈൽഡ് ആയിട്ടാണ് തന്നിരിക്കണേ. മനസ്സിലായോ? സോ ആ ഈൽഡ് തരുന്ന നേരത്ത് നമുക്ക് എങ്ങനെ എഴുതണം? ആ ഈൽഡ് തരുന്ന നേരത്ത് ഏതിൽ നിന്ന് മൈനസ് ചെയ്യാം? ഇത്ര ശതമാനം എന്നാണ് പറഞ്ഞിരിക്കണേ. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കുക. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് അത്ര ശതമാനത്തിൽ നിന്ന് നമുക്ക് ഏത് മൈനസ് ചെയ്യാം? ഈ പറയുന്ന എത്രയാണോ നമ്മുടെ ഇൻകം അതങ്ങ് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ എത്രയാണോ നമ്മുടെ ഈൽഡ് അതങ്ങ് മൈനസ് ചെയ്യാം. മനസ്സിലായോ? സോ നമ്പർ വൺ S0 × e⁻rt, and number 2 S0 - I × e⁻rt. Here I means y × e⁻rt, and the third one ക്യാഷ് ഇൻകം അല്ല തന്നിരിക്കണേ, ഈൽഡ് ആണ് തന്നിരിക്കണേ. ദാറ്റ് മീൻസ് S0 × e⁻r−y × t. Okay. The next one, the fourth one is called carry type commodity. That means ചില കമ്മോഡിറ്റീസ്, അതായത് ചില നമ്മുടെ അണ്ടർലൈയിങ് അസറ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എടുത്തു വെക്കേണ്ടി വരും. ഇപ്പോൾ ഈ പറയുന്നത് പോലെ അതൊരു റെഗുലർ യൂസിനുള്ളതായിരിക്കില്ല, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്ന ഒരു ഗോൾഡ് ആണെന്ന് വിചാരിക്കുക. ഗോൾഡാണ് അല്ലേ? അത് നമ്മൾ ആ റെഗുലർ യൂസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടോ അല്ല നമ്മൾ ഗോൾഡ് വാങ്ങിച്ചു വെക്കണേ, ആണോ? അല്ല. അവിടെ നമ്മളത് ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നമ്മൾ ക്യാരി ചെയ്യുന്നത് എന്തിനാണ്? അതിനകത്തുനിന്ന് ക്യാരി ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഗോൾഡൊക്കെ എന്തായാലും ഇന്ന് വാങ്ങിച്ച് നാളെ വിൽക്കാൻ മാത്രമേ നമ്മൾ ചെയ്യില്ലല്ലോ. സോ അങ്ങനെ എടുത്തു വെക്കുന്ന കമ്മോഡിറ്റി വരുന്ന നേരത്ത്, ദാറ്റ് മീൻസ് ക്യാരി ടൈപ്പ് കമ്മോഡിറ്റി വരുന്ന നേരത്ത് നമുക്കൊരു അഡീഷണൽ കോസ്റ്റും കൂടെ വരും. എന്ത് കോസ്റ്റാണ്? ഇത് ക്യാരി ചെയ്ത് എടുത്തു വെക്കാനുള്ള ക്യാരിയിങ് കോസ്റ്റും കൂടെ വരും. മനസ്സിലായി? സോ ഇൻ ഫോർത്ത് കേസ് TFP = S0 + S × e⁻rt. മനസ്സിലായോ? എന്താ? S0 + S × e⁻rt. അതായത് ഡിവിഡൻഡ് കുറച്ചതുപോലെ തന്നെ ക്യാരി ടൈപ്പ് കമ്മോഡിറ്റി ആണെങ്കിൽ അവിടെ ക്യാരിയിങ് കോസ്റ്റ് വരും. മനസ്സിലായോ? സോ സ്പോട്ട് പ്രൈസ് കൊടുത്തിട്ട് അത് നിങ്ങൾ വാങ്ങിച്ചാൽ മാത്രം പോരാ, അത് നിങ്ങൾ എന്ത് ചെയ്യും കൂടെ വേണം? എടുത്തു വയ്ക്കും കൂടെ വേണം, ക്യാരി ചെയ്യും കൂടെ വേണം. ദാറ്റ് മീൻസ് TFP = S0 + S × e⁻rt. മനസ്സിലായോ? ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കോൾഡ് നോൺ ക്യാരി ടൈപ്പ് കമ്മോഡിറ്റി. എന്ത് ചെയ്യുന്നില്ല, അതായത് അത് പെട്ടെന്ന് അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യണേ. പക്ഷേ നമ്മളത് എടുത്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? അഡീഷണലി നമുക്കൊരു കൺവീനിയൻസ് ഈൽഡ് എന്ന് പറയുന്ന സാധനം കിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ അരി നേരത്തെ ഗോൾഡ് ആയിരുന്നു, ഗോൾഡ് നമ്മൾ ക്യാരി ചെയ്ത് എടുത്ത് വെച്ചേ പറ്റൂ. പക്ഷേ അരി എന്താ? അരി ഡേ ടു ഡേ ട്രാൻസാക്ഷന് പറ്റുന്ന അല്ലേ? ആ രീതിയിൽ വരുന്ന ഒരു അണ്ടർലൈയിങ് അസറ്റാണ്. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അത് എടുത്തു വെക്കുകയാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? അത് എടുത്തു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്നൊരു ഈൽഡ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാവണോ നിങ്ങൾക്ക്? ദാറ്റ് മീൻസ് ഈ ഗോൾഡൊക്കെ എടുത്തു വെക്കുന്നത് പോലെ അല്ല, ഈ പറയുന്ന പോലെ ഡേ ടു ഡേ ഈ കൺവീനിയൻസിന് വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അത് എടുത്തു വെക്കുന്നത് കൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു കൺവീനിയൻസ് ഈൽഡ് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ദ ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, TFP = S0 + S. നോൺ ക്യാരി ടൈപ്പ് കമ്മോഡിറ്റി ആണ്, അത് നമ്മൾ എടുത്തു വെക്കുകയാണ്. സോ S0 + S × e⁻r−c × t. അതായത് അത് എടുത്തു വെച്ചത് കൊണ്ട് നമുക്ക് എന്തുണ്ടാവും? ഒരു കൺവീനിയൻസ് ഈൽഡ് ഉണ്ടാവും. ആ ഈൽഡ് ഏതിൽ നിന്ന് മൈനസ് ചെയ്യാം? നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യാം. ചെയ്ത് മനസ്സിലായോ? ദാറ്റ് മീൻസ് TFP = S0 + S × e⁻r−c × t. ഈ 5 ഇക്വേഷൻസ് നോക്കുക. ഈ വീഡിയോയ്ക്ക് അത് തന്നെ ഞാനൊരു 5 പ്രോബ്ലത്തിൻ്റെ മോഡലും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ.
സോ നോക്കാം, അഞ്ച് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. എങ്ങനെയൊക്കെയായിരുന്നു? ഒന്ന്, ഒരു തരത്തിലുള്ള ഇൻകം പ്രൊവൈഡ് ചെയ്യാത്തത്. പിന്നെ ഒന്ന്, ഒരു ഏതാ പറയുക, ഒരു ക്യാഷ് ആയിട്ടുള്ള ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ഇൻകം കിട്ടുന്നത് എങ്ങനെയായിട്ടാണ്, ഒരു ഈൽഡ് ആയിട്ടാണ്, സർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടാണ് കിട്ടുന്നത്. ആൻഡ് ഫോർത്ത് വൺ, ക്യാരിങ് ടൈപ്പ് കമ്മ്യൂണിറ്റി എങ്ങനെയാണ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, നോൺ ക്യാരിങ് ടൈപ്പ് കമ്മ്യൂണിറ്റി എങ്ങനെയാണ്. ഇങ്ങനെ 5 എണ്ണമാണ് പഠിച്ചത്. 5 എണ്ണത്തിൻ്റെ ഓരോ പ്രോബ്ലം കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ, ഒന്ന് എഴുതിയെടുത്താൽ സൗകര്യമായിരുന്നു. X Limited, a company that historically has not paid any dividend and has no plans to do so in the future, is currently being quoted at the Bombay Stock Exchange at ₹60. That means S0 എന്ന് പറയുന്നത് എത്രയാണ്? 60 രൂപയാണ്. You wishes to enter into a future contract on his stock maturing 3 months. S0 60 ആണ്. T എന്ന് പറയുന്നത് 3 months. That means 3 divided by 12 വരും അല്ലേ. If the risk-free rate of return, that means R എന്ന് പറയുന്നത് 8% ആണ്, continuously compounded, what would you expect the future price to be? ഇങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. കണ്ടുപിടിക്കാലോ. എന്തായിരുന്നു ഫ്യൂച്ചർ പ്രൈസിൻ്റെ ഇക്വേഷൻ? S0 ഇൻറ്റു ഇ റൈസ് ടു ആർ ടി. S0 എന്ന് പറയുന്നത് 60 വരും, ഇൻറ്റു ഇ റൈസ് ടു 0.08 ഇൻറ്റു 3/12 അല്ലേ. ദാറ്റ് മീൻസ് 60 ഇൻറ്റു ഇ റൈസ് ടു 0.02. ചെയ്താൽ മനസ്സിലായോ? S0 ഇൻറ്റു ഇ റൈസ് ടു ആർ ടി ആണ്. സോ S0 ഇൻറ്റു ഇ റൈസ് ടു ആർ ടി, ദാറ്റ് മീൻസ് ഇ ഇൻറ്റു 0.08 ഇൻറ്റു 3/12. സോ ഇവിടെ ഇ റൈസ് ടു 0.02 എന്ന് പറയുന്നതിൻ്റെ എക്സ്പോണൻഷ്യൽ വാല്യൂ 1.0202 ആണ്. അപ്പം വാല്യൂ എത്ര വരും? 60 ഇൻറ്റു 1.0202, ദാറ്റ് ഈസ് ഈക്വൽ ടു 61.21 വരും. ചെയ്ത കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. S0 എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടി എത്രയാണെന്ന് അറിയാം, ആർ എത്രയാണെന്ന് അറിയാം. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ചെയ്ത മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഇഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് were priced, that means AFP, if the future contract were priced at ₹64, അതായത് AFP 64 രൂപയാണ്, what action would you take? നമ്പർ 1, സിറ്റുവേഷൻ നമ്പർ 1 ആണ്. AFP 64 രൂപയാണ്. സോ നോക്കിയേ, നമുക്ക് എന്ത് ചെയ്യാം? AFPയും TFPയും കൂടെ കമ്പയർ ചെയ്യാം അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? AFPയും TFPയും കൂടെ കമ്പയർ ചെയ്യാം. AFP എത്രയായിരുന്നു? 64. TFP നമുക്ക് കിട്ടിയത് 61.21 അല്ലേ. അതായത് മാർക്കറ്റിലുള്ളതിനേക്കാൾ കൂടുതലാണ് ഫ്യൂച്ചർ പ്രൈസ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓവർ പ്രൈസ്ഡ് എന്ന് പറയാം അല്ലേ. മാർക്കറ്റിലുള്ളതിനേക്കാൾ കൂടുതലല്ലേ? ആണോ? മാർക്കറ്റിലുള്ള റേറ്റിനേക്കാൾ കൂടുതലാണ്. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഇതിനെ എന്ത് ചെയ്യാൻ തീരുമാനിക്കും? സെൽ ചെയ്യും ആണല്ലോ. മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ കോൺട്രാക്റ്റിലോട്ട് കൊടുക്കും, ഫ്യൂച്ചറിൽ സെൽ ചെയ്യും. ഫ്യൂച്ചറിൽ സെൽ ചെയ്യണമെങ്കിൽ സ്പോട്ടിൽ എന്ത് ചെയ്യണം? ബൈ ചെയ്യണം. സ്പോട്ടിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് എന്ത് ചെയ്തേ പറ്റൂ? അല്ലെങ്കിൽ അത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ? ബോറോ ചെയ്തേ പറ്റൂ. സോ ആക്ഷൻ മനസ്സിലായല്ലോ. എന്തായിരുന്നു? TFP 61 രൂപയാണ്. അന്നത്തെ ദിവസം മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 61 രൂപയാണ്. പക്ഷേ എഗ്രിമെൻറ്റ് പ്രകാരം 64 രൂപയുണ്ട്. അതായത് എഗ്രിമെൻറ്റിനകത്ത് ഓവർ പ്രൈസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ എഗ്രിമെൻറ്റ് പ്രകാരം സെയിൽ ചെയ്യും, ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യും. ഫ്യൂച്ചറിൽ സെൽ ചെയ്യണമെങ്കിൽ സ്പോട്ടിൽ അത് ബൈ ചെയ്യണം. സ്പോട്ടിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് എന്ത് ചെയ്യണം? ബോറോ ചെയ്യണം. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം ആർബിട്രേജ് എടുക്കുമ്പോഴേ തീരുള്ളൂ. ഞാനിപ്പോൾ ആർബിട്രേജിനെ ഇതിലോട്ട് വലിക്കുന്നില്ല, കൊണ്ടും ഇങ്ങോട്ട് വരുന്നില്ല. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത് മനസ്സിലാവാത്തവർക്ക് ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാത്തവർക്ക്, അതായത് ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യാൻ സ്പോട്ടിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യണേ എന്നുള്ളൊരു ചോദ്യം വരുന്ന ആൾക്കാർക്ക് എനിക്ക് 2-3 ക്ലാസ്സും കൂടെ കഴിഞ്ഞാലേ എനിക്ക് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. സോ അതുവരെ മനസ്സിലാക്കാത്തവർ സ്കിപ്പ് ചെയ്യുക. അങ്ങനെ തന്നെ കിടന്നാൽ മതി. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. നോക്കേ, ഇൻ കേസ് ഇറ്റ് ഈസ് പ്രൈസ്ഡ് 61, അതായത് നമ്പർ 2, ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്ന 61 രൂപയാണ്. എഗ്രിമെന്റ് പ്രകാരം 61 രൂപയാണ്. പക്ഷേ TFP എത്രയാണ്? 61.21. നമ്മൾ പ്രതീക്ഷിച്ചത് മാർക്കറ്റിൽ 61 രൂപ 21 പൈസ ഉണ്ടാവുന്ന, പക്ഷേ മാർക്കറ്റിലാകെ 61 രൂപയേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ്സ് കോൾഡ് അണ്ടർ പ്രൈസ്ഡ് അല്ലേ. അണ്ടർ പ്രൈസ്ഡ് ആണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കും ആണോ?
മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണോ ചെയ്യണേ? അല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങേരേന്ന് വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ വിൽക്കും. ദാറ്റ് മീൻസ് നമ്മൾ ഫ്യൂച്ചറിൽ ഇതിനെ ബൈ ചെയ്യും. ഫ്യൂച്ചറിൽ ബൈ ചെയ്യണമെങ്കിൽ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? സെല് ചെയ്യണം. ആ സെല് ചെയ്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. ചെയ്താൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. ആൻഡ് ദ സെക്കൻഡ് വൺ, illustration number 2. ABC Limited is quoted in the market at rupees 40. That means S0 എന്ന് പറയുന്നത് 40 രൂപയാണ്. A 6-month future contract, that means T 6/12 on 100 shares of ABC Limited can be bought. അതായത് നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 100 ആണ്. The risk free rate of interest here R എന്ന് പറയുന്നത് 12%. That means 0.12 per annum continuously compounded. ABC Limited is certain to pay a dividend of, that means I dividend എന്ന് പറയുന്ന സാധനം എത്രയുണ്ട്? 2.5 ഉണ്ട് പെർ ഷെയർ. ഇത് എപ്പോഴാണ് കൊടുക്കണേ? 3 months, 3 മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കണേ അല്ലേ? വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട്? ഓക്കെ, ഞാനിവിടെ വാല്യൂ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആക്ഷൻ കോമൺ ആയിട്ട് വരുന്നതാണ്. അത് നിങ്ങൾ ആ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ അടിസ്ഥാനപ്പെടുത്തി അങ്ങ് ചെയ്താൽ മതി. സോ ഇവിടെ ഡിവിഡൻഡ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പറഞ്ഞേ, ഡിവിഡൻഡ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് S0 മൈനസ് I അല്ലേ? S0 മൈനസ് I ഇൻറ്റു E റേസ് ടു RT. മനസ്സിലായി? ഇവിടെ ഡിവിഡൻഡിനെ Y ആയിട്ട് നമുക്ക് എടുക്കാം. സോ S0 മൈനസ് I ഇൻറ്റു E റേസ് ടു RT. ഇവിടെ I എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കിട്ടുന്ന Y ഇൻറ്റു E റേസ് ടു മൈനസ് RT. അതായത് കിട്ടുന്ന 2.5 രൂപേനെ 2.5നെ നമുക്ക് ഏതിലോട്ട് കൊണ്ടുവരണം? പറഞ്ഞേ, കിട്ടുന്ന 2.5 രൂപേനെ നമുക്ക് ഏതിലോട്ട് കൊണ്ടുവരണം? ഈ പറയുന്ന ഏതിലോട്ടോ? പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരണം. ദാറ്റ് മീൻസ് 2.5 ഇൻറ്റു E റേസ് ടു R എത്രയാ? 0.12 ആണോ? ഇനി ഇത് നോക്കി, എത്ര മാസമോ? ടി എത്ര വരും? ഇൻറ്റു 6/12. ഒരു മിനിറ്റ്, കാൽക്കുലേറ്റർ എടുക്കട്ടെ, ഒരു മിനിറ്റ്. സോ ചെയ്തത് ഈ പറയുന്നത് പോലെ നമുക്ക് കിട്ടിയ 2.5നെ നമുക്ക് ഏതിലോട്ട് കൊണ്ടുവരേണ്ടി വരും? നമ്മുടെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരേണ്ടി വരും. അതാണ് നമ്മളിവിടെ ചെയ്തത്. മനസ്സിലായോ? സോ S0 മൈനസ് I ഇൻറ്റു E റേസ് ടു RT ആണ്. ഇതിനകത്ത് I എന്ന് പറയുന്ന സാധനം നമ്മുടെ എത്ര രൂപ തന്നെയാണ്? 2 രൂപ തന്നെയാണ് അല്ലേ? പക്ഷേ ആ 2 രൂപ അല്ല, സോറി, ആ 2.5 രൂപ അല്ല. അതിൻ്റെ ഏത് വാല്യൂ എടുക്കണം? പ്രസന്റ് വാല്യൂ എടുക്കണം. ദാറ്റ് മീൻസ് ഇൻറ്റു E റേസ് ടു മൈനസ് RT വരും. അതായത് 2.5 ഇൻറ്റു E റേസ് ടു മൈനസ് R എത്രയായിരുന്നു? 0.12 അല്ലേ? ഇൻറ്റു 3/12. കാരണം കിട്ടുന്നത് എപ്പോഴാണ്? ഡിവിഡൻഡ് കിട്ടുന്നത് എപ്പോഴാണ്? 3 മാസം കഴിഞ്ഞിട്ടാണ് ഡിവിഡൻഡ് കിട്ടണേ. ചെയ്താൽ മനസ്സിലായോ? സോ അത് ചെയ്യുന്ന നേരത്ത് നമുക്ക് വാല്യൂ വരുന്നത് 2.50 ഇൻറ്റു 0.9705. ദാറ്റ് മീൻസ് 2.4261 വരും. ഞാൻ ആകെ ആ എക്സ്പൊണൻഷ്യൽ വാല്യൂ മാത്രമാണ് എഴുതാത്തത്. നമ്മുടെ മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലം ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലം ആണെങ്കിലും ശരി, ആ എക്സ്പൊണൻഷ്യൽ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ടോ? നിങ്ങൾ ആ ചെയ്യേണ്ട ഫോർമാറ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ഇവിടെ നോക്കിയേ, I എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. I എത്രയാണ്? 2.4261 ആണ്. S0 എത്രയായിരുന്നു? S0 എന്ന് പറയുന്നത് 40 ആയിരുന്നു അല്ലേ? സോ 40 മൈനസ് 2.4261 ഓക്കെ ഈക്വൽ ടു 37.51 വരും. സോ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 37.51 ഇൻറ്റു E റേസ് ടു 0.12 ഇൻറ്റു 0.5. 6 മാസത്തേക്കല്ലേ? സോ 37.51 അതെങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ഏതിൻ്റെയാണ്? നമ്മുടെ കിട്ടുന്ന ഡിവിഡൻഡിനെ പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവന്നു. അത് മൈനസ് ചെയ്തു. 37.51 ഇൻറ്റു E റേസ് ടു 0.12 ഇൻറ്റു 6/12 ചെയ്യുന്ന നേരത്ത് നമുക്ക് വാല്യൂ വരുന്നത് 39.8975 വരും. 75 ചെയ്ത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എത്ര നമ്പർ ഓഫ് ഷെയർ ആണെന്ന് നോക്കുക. അത് വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി.
മനസ്സിലായോ? ഓക്കെ, ഈ എഴുതിയത് അതായത് ഇത് ചെയ്യുന്ന നേരത്ത് 39.8975 വരും ഒരു ഷെയറിന്. നമുക്ക് വാല്യൂ പറഞ്ഞിരിക്കുന്നത് 100 ഷെയറിൻ്റെ വാല്യൂ ആണ്. ദാറ്റ് മീൻസ് 3985.75 വരും. ചെയ്ത കാര്യം ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. S0 മൈനസ് ഐ അല്ലേ ഇൻറ്റു ഇ റേസ് ടു ആർ ടി ആണ് അവിടെ ഐ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നത്. S0 മൈനസ് വൈ ഇട്ടാൽ മതി. S0 മൈനസ് വൈ ഇൻറ്റു ഇ റേസ് ടു ആർ ടി. വൈ എന്ന് പറയുന്നത് ഇൻകമാണ്. ആ ഇൻകത്തിനെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരണം. ദാറ്റ് മീൻസ് വൈ ഈക്വൽ ടു ഐ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ടി. ചെയ്താൽ മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് ആ എക്സ്പൊണൻഷ്യൽ വാല്യൂ അപ്ലൈ ചെയ്യുക, കറക്റ്റായിട്ട് കിട്ടും. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല, ക്വസ്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് പ്രൈസ്ഡ് അറ്റ് 4100, അതായത് AFP കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? TFP നമുക്ക് കിട്ടിയത് 3980 സംതിങ് ആണ്. സോ AFP 4100 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? AFP 3800 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് നമ്മൾ എന്താണ് അണ്ടർ പ്രൈസ്ഡ് എങ്ങനെയാണോ ഓവർ പ്രൈസ്ഡ് ആണ് എന്ത് ആക്ഷൻ എടുക്കും എന്ന് ചെയ്തതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. മനസ്സിലായി? ദ നെക്സ്റ്റ് പ്രോബ്ലം. ഇഫ് ലേണിംഗ് പോയിന്റ് പ്രൊവൈഡഡ് എ ഡിവിഡൻഡ് yield of 4% per annum, അതായത് ഡിവിഡൻഡ് yield ആണ് 4% തന്നിരിക്കുന്നത്. ദ കറണ്ട് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് S0 എന്ന് പറയുന്നത് 500 ആണ്. yield എന്ന് പറയുന്നത് yield എന്ന് പറയുന്നത് 4% ആണ്. ദ കറണ്ട് വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് 500 ആണ്. ആൻഡ് ദാറ്റ് കണ്ടിന്യൂസ്ലി കോമ്പൗണ്ടഡ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R എന്ന് പറയുന്നത് 8% ആണ്. വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് 3 months? T എന്ന് പറയുന്നത് 3/12. ഫ്യൂച്ചർ കോൺട്രാക്ട് വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് AFP 510 ആണെങ്കിലോ 490 ആണെങ്കിലോ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ച ഇക്വേഷൻ അനുസരിച്ച് S0 ഇൻറ്റു ഇ റൈസ് ടു ആർ മൈനസ് വൈ ഇൻറ്റു ടി, അങ്ങനെയല്ലേ പഠിച്ചേ? ഈൽഡ് തന്നിട്ടുണ്ടെങ്കിൽ ഏതിൽ നിന്ന് മൈനസ് ചെയ്യണം? നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു S0 എത്രയാണ്? 500 ആണ് ഇൻറ്റു S0 എന്ന് പറയുന്നത് 500 ആണ് ഇൻറ്റു ഇ റൈസ് ടു ആർ 0.08 y 0.04 0.08 0.04 അല്ലേ ഇൻറ്റു 3/12 ചെയ്യുന്ന നേരത്ത് 500 ഇൻറ്റു ഇ റൈസ് ടു 0.01 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ എക്സ്പൊണൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റു 1.01005, ദാറ്റ് ഈസ് ഈക്വൽ ടു 505 വരും. 505 രൂപ വരും. സോ 490 ആണെങ്കിൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കും? 510 ആണെങ്കിൽ എന്ത് ആക്ഷൻ എടുക്കും? സോ നോക്കിയേ, 3 പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തിനകത്ത് നോർമൽ ഇക്വേഷൻ ഏതായിരുന്നു? S0 ഇൻറ്റു ഇ റൈസ് ടു ആർ ടി. രണ്ടാമത്തേതിനകത്ത് ഡിവിഡൻഡ് ഉണ്ട്. ദാറ്റ് മീൻസ് S0 മൈനസ് വൈ ഇൻറ്റു ഇ റൈസ് ടു ആർ ടി. വൈ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആർ ടി. ആൻഡ് ദ തേർഡ് വൺ yield ആണ് തന്നിരിക്കുന്നത്. പെർസെൻറ്റേജുള്ള yield ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് TFP ഈക്വൽ ടു S0 ഇൻറ്റു ആർ മൈനസ് വൈ ഇൻറ്റു ടി. ഓക്കെ, രണ്ടെണ്ണം കൂടെ ചെയ്യാനുണ്ട്. നോക്കാം അടുത്ത ഇല്ലുസ്ട്രേഷനെ. കൺസിഡർ എ 6 months gold ഫ്യൂച്ചർ കോൺട്രാക്ട് ഓഫ് 100 grams. 100 ഗ്രാമിൻ്റെ ആണ് പറയണേ. ഓക്കെ, ഈസ് ദ സ്പോട്ട് പ്രൈസ് 600 per gram. അതായത് S എന്ന് പറയുന്നത് എത്ര വരും? 100 ഇൻറ്റു 600 വരും അല്ലേ? അതായത് 1 ഗ്രാമിനാണ് 600 പറയണേ. ദാറ്റ് മീൻസ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് എത്ര വരും? 60,000 വരും. S0 എന്ന് പറയുന്നത് 60,000 വരും. ഇറ്റ് കോസ്റ്റ് ₹3 per gram ഫോർ ദ 6 months പീരീഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ കോൺട്രാക്ട് ഇഫ് ദ സ്പോട്ട് പ്രൈസ് ആൻഡ് ദാറ്റ് ഇറ്റ് കോസ്റ്റ് 3 per gram ഫോർ 6 months പീരീഡ് ടു സ്റ്റോറേജ് ദ ഗോൾഡ്. സോ ഇതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് S എന്ന് പറയുന്നത് എത്ര വരും? 3 per gram. 300 രൂപ സ്റ്റോറേജ് കോസ്റ്റ് വരും. ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? പക്ഷേ ദാറ്റ് ഇറ്റ് കോസ്റ്റ് ഈസ് ഇൻകേർഡ് അറ്റ് ദ എൻഡ് ഓഫ് 2nd month. എപ്പോഴാണ് അത് ഉണ്ടാവണേ? ഇങ്ങനെ ഒരു സ്റ്റോറേജ് കോസ്റ്റ് ആയിട്ട് 300 രൂപ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ആ സ്റ്റോറേജ് കോസ്റ്റ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? 2 മാസം കഴിഞ്ഞിട്ടാണ്. സോ ഇപ്പോഴാണ് നമ്മൾ 60,000 രൂപ മുടക്കണേ. 2 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് സംഭവിക്കണേ? ഈ പറയുന്നത് പോലെ 300 രൂപ ചിലവ് വരണേ. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ 300 രൂപേനെ നിലവിലുള്ള പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരേണ്ടി വരും. കൊണ്ടുവരാൻ
ഇവിടെ നോക്കിയേ 12% ആണ് നമുക്ക് എന്ത് തന്നിരിക്കണേ, ഇൻട്രസ്റ്റ് റേറ്റ് തന്നിരിക്കണേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ 300നെ പ്രസന്റ് വാല്യൂലോട്ട് ആക്കാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാരിയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 300 ഇൻറ്റു ഇ റേസ് ടു 300 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ടി ചെയ്യാം അല്ലേ. സോ 300 ഇൻറ്റു ഇ റേസ് ടു 0.12 ഇൻറ്റു 2 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാവണേ ഇൻറ്റു 2/12. ദാറ്റ് മീൻസ് 300 ഇൻറ്റു ഇ റേസ് ടു 0.02 that is equal to 0.9820 that is equal to 294.06. മനസ്സിലായോ? വേണ്ട, നമുക്ക് 294 തന്നെ എടുക്കാം. സോ സിറ്റുവേഷൻ മനസ്സിലായല്ലോ. 60,000 രൂപയാണ് നമ്മൾ ഇപ്പോൾ മുടക്കണേ. നമുക്ക് 300 രൂപയാണ് സ്റ്റോറേജ് കോസ്റ്റ് ഉണ്ടാവാൻ സാധ്യത. ആ 300 രൂപ ഉണ്ടാവുന്ന 2 മാസം കഴിഞ്ഞിട്ടാണ്. സോ അതിനെ നമ്മൾ ഏതിലോട്ട് കൊണ്ടുവന്നു, നമ്മുടെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവന്നു, ഇപ്പോഴത്തെ വാല്യൂലോട്ട് കൊണ്ടുവന്നു. 294 രൂപയെ. സോ ഇനി നമ്മൾ ടി എഫ് പി കാണുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ, ടി എഫ് പി ഈക്വൽ ടു S0 പ്ലസ് എസ് ക്യാരിയിങ് കോസ്റ്റാണ് അല്ലേ, ഇൻറ്റു ഇ റേസ് ടു ആർ ടി. അതായത് 60,000 പ്ലസ് 294 രൂപയാണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാരിയിങ് കോസ്റ്റ് ഇൻറ്റു 0.12 ഇൻറ്റു 6 മന്ത് ആണ് പറഞ്ഞിരിക്കുന്നത്, 0.5. 6 മാസമല്ലേ പറഞ്ഞേ. സോ 0.05. സോ എത്ര വരും, 60,294 ഇൻറ്റു ഇ റേസ് ടു 0.06 that is equal to 60,294 into 1.06184 that is equal to 64,000 per gram. അതായത് ഒരു ഗ്രാമിന് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എത്ര വരും, തിയററ്റിക്കൽ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഗ്രാമിന് 640 രൂപ വരും. ചെയ്താൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ആകെ ചെയ്യേണ്ടത് ആ ക്യാരിയിങ് കോസ്റ്റിനെ 2 മാസത്തെ പ്രസന്റ് വാല്യൂലോട്ടൊന്ന് കൊണ്ടുവരണം. എന്നിട്ട് നോർമൽ ഫോർമുല, നോർമൽ കേസിനകത്തുള്ള ചെയ്താൽ മതി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് വൺ, illustration number 5. The spot price of steel scrap is 5,000 per ton. Okay, that means S0 എന്ന് പറയുന്നത് 5,000 ആണ്. The 1 year future price, ഇവിടെ ടി എഫ് പി തന്നിട്ടുണ്ട്, മനസ്സിലായല്ലോ. The 1 year future price is 5,802. അതായത് ഫ്യൂച്ചറിലെ പ്രൈസ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ എന്ന് പറയുന്നത് എത്ര ശതമാനം, ആർ എന്ന് പറയുന്നത് 15% ആണ്. ദ പ്രസന്റ് വാല്യൂ ഓഫ് സ്റ്റോറേജ് കോസ്റ്റ്, സോ എസ് എന്ന് പറയുന്നത് 250 ആണ്. കമ്പ്യൂട്ട് ദ കൺവീനിയൻസ് ഈൽഡ്, ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ, കൺവീനിയൻസ് ഈൽഡ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഫ്യൂച്ചറിലെ പ്രൈസ് തന്നിട്ടുണ്ട്, ഈ ഫ്യൂച്ചറിലെ പ്രൈസിൽ നിന്ന് കൺവീനിയൻസ് ഈൽഡ് കണ്ടുപിടിക്കണം. ടി എഫ് പി അല്ല, ഫ്യൂച്ചർ പ്രൈസ് ആണ് തന്നിരിക്കുന്നത്, ഇതിൽ നിന്ന് കൺവീനിയൻസ് ഈൽഡ് കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ച ഫോർമുല ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരുന്നു, ഫ്യൂച്ചർ പ്രൈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് 5,802 ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് എത്രയായിരുന്നു, 5,000 അല്ലേ. സോ 5,000 പ്ലസ് ക്യാരിയിങ് കോസ്റ്റ്, അങ്ങനെയല്ലേ പഠിച്ചേ, S0 പ്ലസ് എസ് ഇൻറ്റു ഇ റൈസ് ടു ആർ മൈനസ് സി ഇൻറ്റു ടി ആർ പഠിച്ചു അല്ലേ, കൺവീനിയൻസ് ഈൽഡ്. സോ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ, സി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കാരണം ഫ്യൂച്ചർ പ്രൈസ് തന്നിട്ടുണ്ട്. സോ നോക്കിയേ, 5,000 പ്ലസ് 250 ഇൻറ്റു ഇ റൈസ് ടു 0.15 മൈനസ് സി ഇൻറ്റു 1, കാരണം ഒരു വർഷത്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി. സോ എത്ര വരും, 2 ഈക്വൽ ടു 5,250 ഇൻറ്റു ഇ റൈസ് ടു 0.15 മൈനസ് സി, മനസ്സിലായോ. 5,802 divided by 5,250 equal to e raised to 0.15 minus c. ഓക്കെ, വരുന്ന നേരത്ത് 1.1052 ആണ് വാല്യൂ പറഞ്ഞത്, ഏതിൻ്റെ, ഇൻറ്റു ഇ റേസ് ടു 0.15 മൈനസ് സി. നമ്മുടെ ക്വസ്റ്റിനകത്ത്, മെറ്റീരിയലിൽ കിടക്കുന്ന ക്വസ്റ്റിനകത്ത് ഒരു വാല്യൂ തന്നിട്ടുണ്ട്, ഒന്നല്ല കുറേ അധികം വാല്യൂ തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു വാല്യൂ ഇങ്ങനെയായിരുന്നു, ഇ റേസ് ടു
ഇങ്ങനെയാണ് ഒരു വാല്യൂ തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇ റേസ് ടു 0.10 ഈക്വൽ ടു 1052. ദാറ്റ് മീൻസ് ഇതപ്പോൾ എന്തായിരിക്കും? ഇതെന്തായിരിക്കും? ഇ റേസ് ടു 0.10 ആയിരിക്കും. ദാറ്റ് മീൻസ് ഹിയർ സി എന്ന് പറയുന്നത് എത്ര ശതമാനമായിരിക്കും? 5% ആയിരിക്കും. 5% ആയിരിക്കും. ചെയ്താൽ മനസ്സിലായോ? അതിനകത്ത് ഫ്യൂച്ചർ പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഏത് കണ്ടുപിടിച്ചാൽ മതി? കൺവീനിയൻസ് ഈൽഡ് കണ്ടുപിടിച്ചാൽ മതി. അവിടെ ഒരു വർഷത്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാരിയിങ് കോസ്റ്റ് ആയിട്ടുള്ള 250 രൂപ ചിലവാകുന്നത് ഇപ്പോൾ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് രണ്ടും അല്ലെങ്കിൽ ആ രണ്ട് ഡിഫിക്കൽട്ടും വേണ്ട. സോ ചെയ്യേണ്ടത് ഇന്നെടുത്ത വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലായാലേ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ പറയുന്ന 5 പ്രോബ്ലംസ് കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ബാക്കി നാളെ.